ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങളാണ് ശരിക്കും കർത്താവിൻ്റെ കരുണ എന്തെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സുവിശേഷ ഭാഗം. നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. എന്നാ ചോദിച്ചേ? നിത്യജീവൻ അവകാശമാക്കാൻ, ജീവൻ നിത്യമായി ജീവിക്കാൻ, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ഒരു നിയമജ്ഞൻ ഇത് ചോദിക്കുകയാണ്, കർത്താവിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്. കാരണം നിയമജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ നിയമങ്ങളും അറിയാം, വേദപാഠം കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് നിയമജ്ഞൻ. അപ്പോൾ നിയമജ്ഞൻ അറിയാൻ വേണ്ടി ചോദിച്ചതല്ല, കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചാണ്. അങ്ങനെയാണെങ്കിലും അവൻ ചോദിച്ച ചോദ്യത്തിന് കളമ്പുള്ള ചോദ്യമാണ്. നിത്യജീവൻ അവകാശമാക്കാൻ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ചോദിക്കാത്ത ചോദ്യമാണല്ലേ ഈ ചോദ്യം. ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറുന്നേ. കർത്താവേ, അച്ഛാ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്നാ ചെയ്യണ്ടേ? ഒരു കഴിഞ്ഞ 15 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്ത്? ഇങ്ങനൊരു ചോദ്യം എന്ന് വരെ ആരിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ആരും പറഞ്ഞിട്ടില്ല, അച്ഛാ, നിത്യജീവൻ അവകാശമാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? അവിടെ പിന്നെ അതിനൊരു ഉത്തരം കൊടുക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരും വന്നിട്ട് ചോദിക്കാറുണ്ട്, അച്ഛാ, ഒരു ജോലി കിട്ടാൻ എന്താ ചെയ്യണ്ടേ? കടബാധ്യത മാറാൻ എന്നാ ചെയ്യണ്ടേ? പരീക്ഷയ്ക്ക് പാസ്സാകാൻ എന്നാ ചെയ്യണ്ടേ? വിവാഹം നടക്കാൻ എന്നാ ചെയ്യണ്ടേ? പറമ്പ് വിൽക്കാൻ എന്നാ ചെയ്യണ്ടേ? ഇതൊക്കെയായി നമ്മുടെ ഉത്തരവാദിത്വം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഞങ്ങളുടെ അവസ്ഥ എന്നാന്ന് കേട്ടാ. മീൻ പിടിക്കുന്നിടത്തു നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയതാണ് ഞങ്ങളെ. എന്നിട്ട് ഇപ്പോഴും ആൾക്കാർ മീൻ എങ്ങനെ പിടിക്കാന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ പറയും? വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കാൻ മാത്രം പറയാനേ നമുക്ക് പറ്റുള്ളൂ. അതാണ് കർത്താവ് പറഞ്ഞത്, അല്ലേ? അതിനപ്പുറം പറയാൻ അതേക്കുറിച്ച് നമുക്കറിയില്ല. അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് അതിനല്ല ദൈവം ഞങ്ങളെ വിളിച്ചത്. ഇപ്പൊ ദൈവം വന്ന് ചോദിച്ചു, കർത്താവേ, നിത്യജീവൻ അവകാശമാക്കാൻ എന്താ ചെയ്യണ്ടേ? മരിക്കുന്ന മുമ്പിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ട് മരിക്കണം കേട്ടോ. എടാ, ഈ ചോദ്യം കർത്താവിന്റെ അടുത്തെങ്കിലും ഇരുന്നിട്ട്, അച്ഛൻ്റെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കർത്താവിന്റെ അടുത്ത് ദിവ്യകാരണത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ജീവൻ തരുന്ന നിത്യജീവൻ തന്നെയായ നിത്യജീവന്റെ അപ്പമായ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ചോദിക്കണം, ഈശോയെ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ചോദ്യം, ആദ്യത്തെ സെന്റൻസിൽ ചോദ്യമുണ്ട്. ഇനി ഇതിനുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള ആൻസർ ഈ പാരഗ്രാഫിന്റെ അവസാനം കിടപ്പുണ്ട് 37-ാമത്തെ വചനത്തില്. ഇതിനിടയ്ക്ക് നമ്മൾ വരും. പക്ഷെ ലാസ്റ്റ് അതിനുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഉത്തരമായിട്ട്, നിത്യജീവന്റെ ഒരു ഉത്തരമായിട്ട് ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. അപ്പൊ അതിനിടയ്ക്ക് കുറച്ച് സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിലേക്ക് വരും. എന്നിട്ട് അവസാനം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക. ഇനിയിപ്പോ അതേതാണെന്ന് നമ്മൾ അറിയണം, അല്ലെ? നീയും പോയി അപ്പൊ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ കർത്താവ് രൂപമെല്ലാം പറഞ്ഞ് അവസാനം വന്നു കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് നിയമജ്ഞനോട് പറഞ്ഞു, നീയും പോയിട്ട് അതുപോലെ ചെയ്യ്. കൃത്യമായിട്ട് ആൻസർ കൊടുത്താ വിട്ടെ. അപ്പൊ അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? അതാണ് നമ്മുടെ വിഷയം. അതിനിടയ്ക്ക് സംഭവിച്ച എന്താണ്? ജെറീക്കോയിൽ നിന്നും, അല്ലെങ്കിൽ ജെറുസലേമിൽ നിന്നും ജെറീക്കയിലേക്ക് ആരാണ് പോയിക്കൊണ്ടിരുന്നേ? എന്നിട്ട് കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു, അടിച്ച് പഞ്ചറാക്കി, ഉണ്ടായിരുന്നൊക്കെ എടുത്തുകൊണ്ട് പോയി. കവർച്ചക്കാരുടെ കയ്യിൽ പെടാന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ഭൂമിയിൽ നമ്മളിലുള്ള നിത്യജീവൻ കവർച്ച ചെയ്യാൻ തക്കവിടത്തിൽ ശത്രു നിരന്തരമായി നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ജീവൻ തകർത്ത് കളയാൻ യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമുക്കായി സ്വർഗം സമ്മാനിച്ച ആ നിത്യജീവൻ അപകടത്തിലാക്കാനും അസ്വസ്ഥപ്പെടുത്താനും തകർത്ത് കളയാനും തക്കവിധത്തിൽ ശത്രു എക്കാലവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഒരു അവസരം കിട്ടിയപ്പോ, തക്കം പാർത്തിരിക്കുന്ന ഒരു അവസരം കിട്ടിയപ്പോ ചാടി വീണ് ആക്രമിച്ചു, കീഴ്പ്പെടുത്തി, അവനിൽ ഉണ്ടായിരുന്നതെല്ലാം അടിച്ചുകൊണ്ടുപോയി. ഉണ്ടായിരുന്നെല്ലാം അടിച്ചുകൊണ്ട്. അതുകൊണ്ട് പിശാചിന്, അതുകൊണ്ടാണ് എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പിശാചിന് അവസരം കൊടുക്കരുത്, അവൻ തക്കം പാർത്തിരിക്കുക, അല്ലേ? 1 പത്രോസ് 5:7 മുതലുള്ള വചനങ്ങളിൽ പത്രോസ്ലീഹ പറയുന്നതാണ്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുക. അവൻ ഇങ്ങനെ തക്കം പാർത്തിരിക്കുക. ഉൽപ്പത്തി 4:7 പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ അവൻ പടിവാതിക്കൽ പതിയിരിപ്പുണ്ട്, കണ്ണുവെച്ചിട്ടുണ്ട്.
അവസരം കിട്ടിയപ്പോ, ഒരു ചാൻസ് കിട്ടിയപ്പോ ഒറ്റയ്ക്ക് നിൽക്കുക, ആരുമില്ല, ഒറ്റയ്ക്ക് നിൽക്കുക. ഒറ്റയ്ക്ക് നിന്നപ്പോഴേ എന്ത് ചെയ്തു? ആക്രമിച്ചു. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം കൂടെയില്ല എന്നർത്ഥം. ഹല്ലേലൂയ. ദൈവം കൂടെയില്ലാത്തവരെയാണ് ശത്രുവിന് ആക്രമിക്കാൻ പറ്റുക. ദൈവം കൂടെയുള്ളവന് ശത്രുവിന് ആക്രമിക്കാൻ പറ്റിയാലും കീഴ്പ്പെടുത്താൻ പറ്റില്ല, തോപ്പിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അവൻ ആക്രമിക്കും, അവൻ തക്കം നോക്കിയിരുന്ന് അവന് ഏത് സമയത്ത് നമ്മളെ ആക്രമിക്കും. പക്ഷേ അവനെ നമ്മെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മുടെ കൂടെ മരണത്തെയും ലോകത്തെയും പിശാചിനെയും ജയിച്ചവൻ കൂടെയുള്ളത് കൊണ്ട് അവന് നമ്മെ ജയിക്കാൻ പറ്റില്ല, തോൽപ്പിക്കാൻ പറ്റില്ല, അടിക്കാനേ പറ്റൂ, കീഴടക്കാൻ പറ്റില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? അതിപ്പോ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയാണെങ്കിൽ തന്നെയാണ്. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ പിശാച് ഏതെല്ലാം രീതിയിലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവൻ ആദ്യം ചെയ്യുന്ന തന്നെ ദൈവസ്നേഹത്തിൽ നിന്നും, ദൈവ സാന്നിധ്യത്തിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും ഒരു കുടുംബത്തെ അകറ്റും. പിശാചിനൊരു കുടുംബത്തിൽ കയറി പ്രവർത്തിക്കണമെങ്കിൽ, പിശാചിനൊരു കുടുംബത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കണമെങ്കിൽ, പിശാചിനൊരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലും കുടുംബാംഗങ്ങളിലും ആധിപത്യവും അധികാരം ഉറപ്പിക്കണമെങ്കിൽ പിശാച് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ആ കുടുംബത്തിന്റെ പ്രാർത്ഥന മുറിച്ചു കളയും, തകർത്ത് കളയും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പുറത്താക്കും. ദൈവത്തെ പുറത്താകാതെ പിശാചിന് ഒരു കുടുംബത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയോ, എല്ലാ ദിവസവും ഹൃദയ ഐക്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ പിശാചിന് ഒരു വിധത്തിലും നിങ്ങളെ തകർക്കാൻ പറ്റില്ല. കാരണം എന്താ? അവിടെ ഈശോ കൂടെയുണ്ട്. അടിയൊക്കെ തരുവൻ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അടിക്കാനും പിടിക്കാനൊക്കെ നോക്കും. പക്ഷേ നിങ്ങളെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക്? പറ. എത്ര? ഒരു ദിവസം മുഴുവൻ ഞാനിരുന്ന് പഠിപ്പിച്ചതാ. എന്നെ മറന്നപ്പോ നിങ്ങൾ ഭജനവും മറന്നല്ലേ? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക്? അത് എനിക്ക് മനസ്സിലായി. അത് എവിടെ കിടക്കുന്നത് ചോദിച്ചേ. റോമ 8:31. റോമ 8, അടുത്തേക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ റോമ 8:31. ദൈവം പറ. എൻ്റെ മുഖത്തേക്ക് നോക്കി പറയാനാണോ പറഞ്ഞേ? അടുത്ത ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? മനസ്സിലായെന്ന് ചോദിച്ചേ. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കുടുംബത്തെ ഒന്നും പിശാചിനെ തൊടാറൊന്നും പറ്റിയല്ല. അവൻ എന്നാ വേണമെങ്കിലും കാണിച്ചോട്ടെ, നമുക്കെതിരെ എന്ത് വേണേലും ചെയ്തോട്ടെ. ചിലർ വെച്ചോ ഞങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു, കൂടോത്രം ചെയ്യുന്നു. എന്നാ കൂടോത്രം വേണേലും ചെയ്തോട്ടെ. കൈവശം എന്നാ അവനൊരു ഇങ്ങനെ ചങ്കുറ്റത്തോടെ എഴുന്നേറ്റ് നീ എന്നാ വേണേലും എന്തോ നീ എന്നാ വേണേലും കാണിച്ചോളം പറ, നമുക്ക് പേടിയില്ലെന്ന് പറഞ്ഞാൽ മതി. നീ എന്നാ വേണമെങ്കിലും കാണിച്ചോ. പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്നേക്കാളും വലിയ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. നീ എന്നാ വേണേലും കാണിച്ചോ, ഞങ്ങളെ പേടിപ്പിക്കാന്ന് നോക്കണ്ട. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് എന്നിട്ട് വിചാരിച്ചോട് നീ എന്നാ വേണേലും കാണിച്ചോ, നമ്മളവിടെ വെല്ലുവിളിച്ചാൽ മതി. നീ കൂടോത്രം ചെയ്യോ, നീ മന്ത്രവാദം ചെയ്യോ, നീ എനിക്കെതിരെ ആഭിചാരം ചെയ്യോ, എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് മറ്റേ വലിയ വെടി 1 ചെറിയ വെടി 2 എന്ത് വേണേലും വെച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ആത്മീയ ധൈര്യം നമുക്കുണ്ടപ്പോ ദൈവം നമ്മുടെ പക്ഷത്തുള്ളപ്പോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവം കൂടെയുള്ളപ്പോഴാണ് ശത്രു നമ്മളെ തകർക്കാൻ പറ്റാത്ത. അതുകൊണ്ടാണ് മർത്ത പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്, മറ്റു വാക്യം പറഞ്ഞാൽ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഈശോ കൂടെയുള്ള ഇല്ലാത്തപ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള വചനങ്ങൾ വായിച്ചു പോകുമ്പോൾ മർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറക്കെ പറ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് യു വെയർ ഹിയർ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ കുടുംബം പറയല്ലേ, കർത്താവേ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ദാമ്പത്യം തകരില്ലായിരുന്നു, നീ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം പോകില്ലായിരുന്നു.
നീ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകരില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവേ ഞങ്ങളുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. കർത്താവേ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പാപത്തിൽ വീടില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വെറുപ്പിലും വിദ്വേഷത്തിലൊന്നും പോകില്ലായിരുന്നു. കർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജീവനുണ്ടായിരുന്നേനെ, മരണസംസ്കാരത്തിലേക്ക് നമ്മൾ പോകില്ലായിരുന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്ത് 2 തരം സംസ്കാരങ്ങളുണ്ട്. ഈശോ കൊണ്ടുവന്ന ജീവന്റെ സംസ്കാരവും ഈ ലോകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെതായ ഒരു മരണ സംസ്കാരവും. 1 യോഹന്നാൻ 5:19 വചനം പറയുന്ന പോലെ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നമ്മൾ അറിയുന്നല്ലോ. ആ കള്ളൻ വന്നിരിക്കുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനാണ്. ഒരു മരണ സംസ്കാരമാണ് അവൻ കൊണ്ടുവരുന്നത്. അന്ധകാരത്തിന്റെ സംസ്കാരം, ഇരുട്ടിന്റെ സംസ്കാരമാണ്, വെളിച്ചത്തിന്റെ അല്ല. ഈശോ പറഞ്ഞ ഞാനാണ് വെളിച്ചം, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് ഈശോ പറഞ്ഞതാ. ഏത് സംസ്കാരത്തിന്റെ സ്വാധീനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. ഞാനും എൻ്റെ കുടുംബവും ഏത് സംസ്കാരത്തിന്റെ കീഴിലാണ്? ജീവന്റെ സംസ്കാരമാണോ? പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, ദൈവഭയമുണ്ട്. കർത്താവിന്റെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ചുകൊണ്ടും ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിത സംസ്കാരം. ഹല്ലേലൂയ. മറ്റേ നേരെ തിരിച്ച മരണ സംസ്കാരം. നിരാശ, ആകുലത, ഭയം, അസ്വസ്ഥത, പിറുപിറുപ്പ്, പരാതി, കൊലപാതകം, സ്വാർത്ഥത എല്ലാം അന്ധകാരത്തിന്റെ പ്രവർത്തികളായിട്ട് മാറും. ഹല്ലേലൂയ. അതുകൊണ്ടല്ല കർത്താവ് പറഞ്ഞത് സഹോദരനെ വെറുക്കുന്നവൻ, ഇത് വേറെ സംസ്കാരമാണ്. വെറുപ്പിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കൊലപാതകത്തിന്റെ മരണ സംസ്കാരമാണ്. അതുകൊണ്ട് ഇന്ന് യോഹന്നാൻ 3:10 കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. ഒരു പാപത്തിന്റെ സംസ്കാരമാണ്, മരണത്തിന്റെ സംസ്കാരമാണ്, ഇരുട്ടിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിലാണ് ഇന്ന് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പ്രശ്നം എന്ന് പറയാൻ, നമുക്ക് മനസ്സിന് വല്ലാതെ വിഷമവും വേദനയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടുത്തെന്താണ്? പിന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് പൊറുക്കാൻ പറ്റില്ല, പിന്നെ അവരോട് ദേഷ്യമായി, പിന്നെ അവരോട് വെറുപ്പായി, പിന്നെ അവരെ കൈ കിട്ടിയ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെങ്കിലും കൊല്ലാൻ പറ്റാത്ത, ജയിലിൽ കിടക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും വേറെ പല കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് നമ്മൾ കൊല്ലാൻ പോകില്ല. പക്ഷെ അതിന് വായ കൊണ്ട് പറ്റാവുന്നല്ല നമ്മൾ ചെയ്യും. അല്ലേ? ഇത് മരണസംസ്കാരമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മരണസംസ്കാരം നമ്മുടെ മരണവും അപരന്റെ മരണവും, അപരന്റെ സാമൂഹിക ജീവിതത്തെ നമ്മൾ കൊല്ലുന്നു, നമ്മുടെ ആത്മാവിനെ നമ്മൾ കൊല്ലുന്നു. രണ്ടും ഒരേ സംസ്കാരത്തിൽ തന്നെ. ഹല്ലേലൂയ. ഒരു വ്യക്തിയോടുള്ള വെറുപ്പിൽ, വിദ്വേഷത്തിൽ, വൈരാഗ്യത്തിൽ, പരദൂഷണത്തിലൊക്കെ നമ്മൾ കഴിയുമ്പോൾ അവരുടെ ഒരു സാമൂഹിക ജീവിതത്തെ തകർക്കുന്നത്, കൊല്ലുന്നു കളയുന്നത് പോലെ സമൂഹത്തിൽ അവരെ കുറിച്ച് ഇല്ലാ കഥകളൊക്കെ മെനഞ്ഞും അതും ഇതൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അവരുടെ ഒരു സാമൂഹിക ജീവിതത്തെ കൊന്നുകളയുന്ന പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കുക. 2 കൊലപാതകം അവിടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഫ്രാൻസിസ് മാർ സാലസ് തന്റെ ഭക്തജീവിത പ്രവേശികൾ എഴുതി വെച്ചിരിക്കുന്ന 3ാമതൊരു കൊലപാതകം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. ആരോടാണോ നിങ്ങൾ പരദൂഷണം പറയുന്നത് അവന്റെ ആത്മാവിനെയും കൂടി കൊല്ലുന്നുണ്ട്. എന്ത് എളുപ്പമല്ലേ, ഒരു വെടിക്ക് 3 പക്ഷി. അതിന് പരദൂഷണം പറഞ്ഞാൽ മതി എന്നാണ് ഫ്രാൻസിസ് സാലസ് പറഞ്ഞത്. പിന്നെ നമ്മളിതൊന്നും പറയാത്തതുകൊണ്ട് നമ്മുടെ അത് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ മർത്ത പറഞ്ഞു, കർത്താവേ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. നിങ്ങൾ നോക്കിക്കോ, ചില ജീവിതത്തിന്റെ മരണ സംസ്കാരത്തിന്റെ ഇടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒറ്റ കാരണമേ ഉള്ളൂ. എവിടെയോ വെച്ച് നമ്മുടെ കൈവിരൽ തുമ്പ് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും, സ്നേഹവലയത്തിൽ നിന്നും വഴുതി മാറിപ്പോയി, അകന്നുപോയി. എവിടെയോ പോയി, എവിടെയോ നമ്മൾ കർത്താവിനെ വിട്ടു, എവിടെയോ നമ്മൾ കർത്താവിനെ മറന്നു. ഹല്ലേലൂയ. ആ സ്നേഹത്തെ മറന്നു. പുത്രനായ യേശു ക്രിസ്തുവിലൂടെ, കുരിശുമരണത്തിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ നിത്യമായ കാരുണ്യത്തെ നമ്മൾ നിഷേധിച്ചു. അവിടെ നിന്ന് കുറ്റബോധത്തിൽ, നിരാശയിലൊക്കെ കഴിയുക. പാപത്തിന്റെ ഓർമ്മകളുടെ ബന്ധനത്തിലും ഇന്നലകളുടെ വീഴ്ചകളുടെ അതിന്റെ കാഠിന്യത്തിലൊക്കെ മനസ്സ് നീറിയും നൊമ്പരപ്പെട്ടും കുറ്റബോധത്തിലും നിരാശയിലും കഴിയുന്ന എത്രയോ പേരുണ്ട്.
ഭർത്താവ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കാകാന്ന് പറഞ്ഞാൽ കർത്താവില്ലാത്ത അവസ്ഥയാണ്. പിശാചിന് എളുപ്പമാണ് അടിക്കാനും കീഴ്പ്പെടുത്താനും തകർത്ത് കളയാനും. നമ്മളിലുള്ളതെല്ലാം നശിപ്പിച്ചു കളയും. എല്ലാം അടിച്ചുകൊണ്ട് പോകും, എല്ലാം അടിച്ചുകൊണ്ട് പോകും. കുടുംബത്തിൽ കയറി കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും ഒന്നല്ല അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പൂട്ടി വെക്കുന്ന എന്താണെന്നറിയാമോ? സ്വർണവും വെള്ളിയൊക്കെ. അതൊന്നും പിശാചിന് വേണ്ട. നിന്റെ സ്വർണവും വെള്ളിയും പിശാചിന് എന്തിനാ? നിന്റെ കുടുംബത്തിന്റെ സമാധാനവും കുടുംബത്തിന്റെ സന്തോഷവും കുടുംബത്തിന്റെ സ്നേഹവും കുടുംബത്തിന്റെ ഐക്യവും ഇതെല്ലാം പിശാച് നശിപ്പിച്ചു കളയും. പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം നശിച്ചു. സ്വർണ്ണവും വെള്ളിയൊക്കെ അവിടെ തന്നെ ഇരിക്കും. അതൊന്നും പിശാചിന് വേണ്ട. നമ്മൾ വിചാരിച്ചോ പിശാചിന് ഇതൊക്കെ വേണ്ടെന്ന് ചോദിച്ചു, അത് ഭയങ്കര സേഫായിട്ട് നമ്മൾ സൂക്ഷിക്കും. എന്നാൽ കുടുംബത്തിന്റെ സ്നേഹം, സമാധാനം, പ്രാർത്ഥന, ഐക്യം, വിശുദ്ധി, ഇതൊക്കെയാണ് പിശാച് ലക്ഷ്യം വെച്ചത്. ഇതൊക്കെ നമ്മൾ വെറുതെ തുറന്നിട്ടേക്കോ. നീ കയറിക്കോ, എടുത്തുകൊണ്ട് പോകോ, വലിച്ചുകൊണ്ട് പോകോ, പൂട്ടി എടുത്തുകൊണ്ട് പോകോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നൊരു കുഴപ്പമില്ല. അത് ഏത് രീതിയിലും കൊണ്ടുപോകട്ടെ. പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, അതിപ്പോ നീ കൊണ്ടുപോക്കോ. ഇന്നിപ്പോ ഇവിടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് നീ എടുത്തോളാൻ പറയും പിശാചിനോട്. അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ ആത്മീയ ജ്ഞാനത്തെക്കുറിച്ചും ആത്മീയ അന്ധതയെക്കുറിച്ചൊക്കെ പറയുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ നിയമജ്ഞൻ വന്നിട്ട് ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ കർത്താവ് ഒരു ഉപമ അങ്ങോട്ട് പറഞ്ഞു. അതെന്തായിരുന്നു? നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ് പറഞ്ഞത്. നമുക്കറിയാവുന്ന ഉപമയാണ്. ആ ഉപമ വായിച്ച് കടന്നു പോകുമ്പോൾ 3 മനോഭാവങ്ങളെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒന്നാമത്തെ മനോഭാവം കള്ളൻ്റെ മനോഭാവമാണ്, കവർച്ചക്കാരൻ്റെ മനോഭാവമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നിൻ്റെയും കൂടി എൻ്റെയാണ്. കള്ളൻ്റെ മനോഭാവം എന്താണ്? അല്ലേ, കള്ളന്മാരുടെ മനോഭാവം അല്ലേ, നമ്മുടെയും കൂടി അവനെ അടിച്ചുകൊണ്ട് പോകും അല്ലേ. അപ്പം നിൻ്റെയും കൂടി എൻ്റെയാണെന്നുള്ള മനോഭാവമാണ് കള്ളന്മാരുടെ മനോഭാവം. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുകയാണ് 2 പേര് അതിലെ പോയി. ആരൊക്കെ? ഒരു പുരോഹിതനും ലേവായനും. പുരോഹിതൻ ബലിയർപ്പിക്കാൻ പോവാ. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വേറെ പരിപാടിയുള്ളൂ. എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മറ്റേ ലേവ്യനും വന്നു. അയ്യോ, ഇപ്പൊ തൊട്ട് എങ്ങനെ അശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം എന്ത് ചെയ്യും? അത് ആദ്യത്തെ ചിന്താഗതി അപരൻ്റെ എൻ്റേതാണ്, കള്ളൻ്റേതെങ്കിൽ ഇവരുടെ 2 പേരുടെ ചിന്ത എൻ്റെ കാര്യം, സ്വന്തം കാര്യം, എൻ്റെ കാര്യം എൻ്റേത്, അതാണ് ചിന്ത. എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് വേറെ എന്തും അല്ലേ. ഇതൊരു ഒരു ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. അങ്ങനെ വേണം പറയാം. കാരണം എന്താണെന്നറിയാമോ, ചില കുടുംബങ്ങൾ നമ്മൾ ഈ ഫാമിലി കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചില ചേട്ടന്മാരും ചില ചേച്ചിമാരൊക്കെ പറയും, അതങ്ങനെ പറ്റുള്ളൂ, അതങ്ങനെ പറ്റുള്ളൂ, ഞാൻ പറയുന്നില്ല ചെയ്താൽ മതി, അതങ്ങനെ നടക്കുള്ളൂ, അങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുള്ളൂ. ചേട്ടൻ പറഞ്ഞ ഞാൻ എൻ്റെ അച്ഛാ ഞാൻ അധ്വാനിക്കുക, രാവിലെ മുതൽ വൈകിട്ട് വരാതെ ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ കാശുണ്ടാക്കുന്നു, ഞാൻ കുടിക്കുന്നു, ഞാൻ വലിക്കുന്നു, അതിനിപ്പോൾ എന്നാ കുഴപ്പം? വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ. പക്ഷെ അരി മേടിച്ചു കൊടുക്കുന്നില്ലേ? ചോദിക്കും. അരിയൊക്കെ മേടിച്ചു തരുന്നുണ്ട് അച്ഛാ. അരി മേടിച്ച് തരുന്നവനെ നമുക്ക് ഭർത്താവെന്ന് വിളിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ചേട്ടൻ കൊണ്ടുവന്ന് വീട്ടിൽ തരും. സുലഭയെന്ന് വേണമെങ്കിൽ ഓൺലൈനിൽ ഇവിടെ കൊണ്ടുവന്ന് തരും. പിന്നെ ഭർത്താവെന്ന് വിളിക്കേണ്ടി വരും. അരി മേടിച്ച് തരാൻ മാത്രമാണ് നമുക്കൊരു ഭർത്താവിൻ്റെ ആവശ്യമില്ലല്ലോ, ഒരു ഭാര്യയുടെ ആവശ്യമില്ലല്ലോ കേട്ടോ. ഞാൻ അവൾക്ക് അരി മേടിച്ചു കൊടുക്കുന്നില്ലേ? വീട്ടിലെ കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടോ അച്ഛൻ ചോദിക്ക്. പിന്നെ ഞാൻ കുടിക്കുന്നതിന് ഇവൾക്ക് എന്നാ ചോദിക്കുന്നത്? ഇയാളുടെ കുടി കാരണം പിള്ളേർക്കും പുള്ളിക്കാരത്തേക്കും ഒരു സമാധാനം കുടുംബത്തിലില്ല. എന്നാലും പുള്ളി വലിയ വാച പഠിക്കും. പുള്ളി പറയും, ഞാൻ കുടിക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പം ആർക്കാ കുഴപ്പം? ഇവിടെ ആർക്കാ കുഴപ്പം? എല്ലാവർക്കും കുഴപ്പം. എന്നാലും പുള്ളി വയ്ക്കും, ഇവിടെ ആർക്കാ ഇപ്പൊ കുഴപ്പം? ഞാൻ അധ്വാനിച്ച് ഞാൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഞാൻ കുടിക്കുന്നില്ല, ഇപ്പൊ ഇവിടെ ആർക്കാ കുഴപ്പം? കുഴപ്പം മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ കാര്യം മാത്രം പുള്ളി നോക്കും. പുള്ളിയുടെ സന്തോഷമാണ് പുള്ളിക്ക് വലുത്. കുടുംബാംഗങ്ങള്, ഭാര്യ, കുഞ്ഞുങ്ങള് ഇതേപ്രതി വേദനിക്കുന്നുണ്ടോ, ഭാരപ്പെടുന്നുണ്ടോ, അസ്വസ്ഥപ്പെടുന്നുണ്ടോ? നമ്മളിപ്പോഴും ചിന്തിക്കണം, നമ്മുടെ സന്തോഷം അപരന്റെ സങ്കടത്തിന് കാരണമാകുന്നെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളെ ബലി കഴിക്കുന്നതാണ് കുടുംബത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു സാക്രിഫൈസ്, ബലി. അതാണ് ഈ അൾത്താരയിൽ അരങ്ങേറുന്നത്.
എൻ്റെ സന്തോഷം, എൻ്റെ സ്വകാര്യ സന്തോഷം എൻ്റെ കൂടെ വസിക്കുന്ന എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ഭർത്താവിനും സന്തോഷം തരുന്നില്ല എങ്കിൽ, അത് സങ്കടത്തിന് കാരണമാകുന്നെങ്കിൽ, അത് ബലി കഴിക്കാൻ തയ്യാറാകുമ്പോഴല്ലേ ഒരു ബലി ജീവിതം പൂർത്തിയാകുന്നേ, ദാമ്പത്യത്തില്, കുടുംബത്തിലൊക്കെ. അല്ലാതെ ബലി പോയി കുർബാനയിൽ പങ്കെടുത്തിട്ട് എന്ത് കാര്യമുണ്ട്? എല്ലാ ദിവസവും പോയി മുടങ്ങാതെ ചിലപ്പോൾ ഇവരൊക്കെ വിശുദ്ധ കുർബാനയും സ്വീകരിക്കും, എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും, നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കും. പക്ഷെ ജീവിതത്തിൽ അഴുകപ്പെടാൻ, അഴിയാൻ, ഒന്ന് തകരാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ, ഒന്ന് എളിമപ്പെടാൻ ഒട്ടും തയ്യാറാകുകയില്ല. സ്വീകരിക്കുന്നത് സ്വയം മുറിച്ച് നൽകിയ കർത്താവിന്റെ ശരീരവും രക്തവും അതാണ് സ്വീകരിക്കുന്നത്. അപ്പോ ഈ ഒരു മനോഭാവം ഭയങ്കര ഒരു നമ്മൾ ഡെലിവറൻസ്, വിടുതൽ കിട്ടേണ്ട ഒരു മനോഭാവമാണ്. സ്വന്തം കാര്യം ചിന്താവ അല്ലേ? എന്നാ സ്വന്തം കാര്യം, അത് കഴിഞ്ഞിട്ട് ആരുടെയും കാര്യമുള്ളൂ. ഇത് നമ്മൾ ശരിക്കും അങ്ങനെ കുടുംബത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടിയും ഈ സാധനത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ആ പിശാചിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, പിടിച്ചു നിൽക്കാൻ അനുവദിക്കരുത്. ഇപ്പം നമ്മൾ മറ്റേ ഈ പാമ്പിനെയൊക്കെ മാളത്തിൽ നിറക്കുന്നതിന് പിന്നെ മുളക് പൊടിയൊക്കെ വെച്ച് പോക്കുമെന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഈ പുക അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല, മുളക് പൊടി കൂടി അല്ലേ ചാടി പറയും എന്ന് പറയുന്ന പോലെ. പിന്നെ പ്രാർത്ഥിച്ച് ഈ പിശാചിനെ നമ്മൾ എങ്ങനെയെങ്കിലും പുറത്തേ അടിക്കണം, ഈ സ്വാർത്ഥതയുടെ പിശാചിനെ. ഇത് ഭയങ്കര പ്രശ്നമാണ്. കുടുംബത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. ഈ സ്വാർത്ഥമതികളൂടെ ജീവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? എൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ, എൻ്റെ സന്തോഷം കഴിഞ്ഞിട്ടേ വേറെ എനിക്ക് എന്തുള്ളൂ. അത് പപ്പനാണേലും കുഴപ്പമില്ല, അമ്മയാണേലും കുഴപ്പമില്ല, ആരാണെങ്കിലും കുഴപ്പമില്ല, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അതിപ്പോൾ ആരും ചോദിക്കാൻ വരാൻ പാടില്ല. ഇതൊരു സ്വാർത്ഥതയുടെ ദുരാത്മാവാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ പ്രവർത്തിച്ച് ഈ പിശാചിനെ എങ്ങനെയെങ്കിലും നമ്മൾ ഇവനെ ഓടിപ്പിക്കണം. അവനെ ആ പരിസരം നിർത്തിയേക്കരുത്. മകനെ ഓടിക്കാനല്ല പറഞ്ഞത്, ജീവിത പങ്കാളിയെ ഓടിക്കാനല്ല പറഞ്ഞത്. ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഇവരെയൊക്കെ കരുണയോടെ കാണണം. ഇവരെ വടിയെടുത്ത് തല്ലുവാനൊന്നും പോയേക്കരുത്. ചിലപ്പോൾ അമ്മായിയമ്മയായിരിക്കും, അമ്മായിയപ്പനൊക്കെ ആയിരിക്കും ഇങ്ങനെ. അപ്പോൾ ഇവരെയൊന്നും നമ്മൾ അടിക്കാൻ പോയേക്കരുത്. അവരെയൊക്കെ കരുണയോടെ കാണണം. പക്ഷെ അവരിൽ പ്രവർത്തിക്കുന്ന ആ സാധനത്തെ ഉണ്ടല്ലോ, അതിനെ ഒരു കരുണയും കാണിക്കരുത്. ഏതിനെ? ആ പിശാചിനെ, സ്വാർത്ഥതയുടെ അതിനോട് ഒരു കരുണയും കാണിക്കരുത്. അവന് പ്രാർത്ഥിച്ച് അവനെ നമ്മൾ അല്ലേ കർത്താവിൻ്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇത് നമ്മൾ ഓടിച്ചോളാം. പക്ഷെ ആരിലാണോ ഈ തിന്മ പ്രവർത്തിക്കുന്നത് അവരോട് നമ്മൾ കരുണ കാണിക്കണം, അവരോട് കരുണ കാണിക്കണം. പാപത്തെ വെറുക്കാനേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, പാപിയെ വെറുക്കാൻ ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അവരോട് നമ്മൾ കരുണ കാണിക്കണം. അത് ആരും ആകട്ടെ, അവരോട് നമ്മൾ അവരുടെ ജീവിത സാഹചര്യങ്ങളോ ജീവിതത്തിൻ്റെ ഇന്നലകളുടെ അനുഭവങ്ങളോ അവരുടെ വൈകാരിക വളർച്ചയിൽ ഏറ്റെടുക്കേണ്ടി വന്ന മുറിവുകളോ ജീവിതത്തിൻ്റെ സമ്മർദ്ദപരമായ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ ആയിരിക്കാം അവരെ ഒരുപക്ഷെ അങ്ങനെ ആക്കി തീർത്തത്. പക്ഷെ അതിലൂടെ ആ പ്രവേശിച്ച തിന്മയെ നമ്മൾ ബോധപൂർവം പ്രാർത്ഥനയിൽ ആ വിഷയത്തെടുത്ത് കുടുംബം ഒരുമിച്ച് അങ്ങനെ ഒരു നിയോഗം എടുത്ത് പ്രാർത്ഥിക്കണം. ഇച്ചിരി സഹനമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചോ, കെട്ടഴിയും, ഉറപ്പാണ്, ധൈര്യമായിട്ട് പൊക്കോ. എത്രയോ കുടുംബങ്ങളിൽ അതുപോലെ എത്രയോ പേര് കൺഫസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടം, എൻ്റെ കാര്യം, ഭാര്യ, പിള്ളേരാ, ഇതൊന്നും എൻ്റെ വിഷയമല്ലായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ച അവസ്ഥയിൽ നിന്നൊക്കെ ഇപ്പോൾ കുടുംബത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുടുംബത്തിന് വേണ്ടി അതുപോലെ കഷ്ടപ്പെട്ടും അധ്വാനിച്ചും സ്വന്തം ഒരു താല്പര്യവും സ്വന്തം ഇഷ്ടങ്ങൾക്ക് അപ്പുറമായിട്ട് ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ഇഷ്ടം നോക്കി അതെന്നൊക്കെ പറഞ്ഞാൽ ഒരു അത്ഭുതം, ഇറ്റ്സ് എ മിറക്കിളാണ്, അത്ഭുതമാണത്. ഇന്നലകളിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ആ വ്യക്തിയെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ഈ തിന്മ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വിപരീതമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഈ തിന്മ വിട്ടൊഴിഞ്ഞു പോയപ്പോൾ മർക്കോസ് 5-ാം അധ്യായം വായിക്കുമ്പോൾ പിശാച് ബാധിതൻ, അവന് വീട്ടിൽ കിടക്കാൻ പറ്റില്ല, അവൻ വഴിയോരത്ത് കിടക്കുന്നു, ശവകുടീരത്തെങ്കിൽ കിടക്കുന്നു, ഡ്രസ്സ് ധരിക്കാൻ അവന് പറ്റുന്നില്ല, അവൻ സ്വന്തം ശരീരത്തെ കല്ലുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നോർമലായിട്ട് ഒരാൾ ചെയ്യുന്നതൊന്നും അല്ല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? അവന് നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റണില്ല. കാരണം എൻ്റെ സുബോധം പോയിന്നാ പറയുന്നത്. സുബോധം, റൈറ്റ് സെൻസ് നഷ്ടപ്പെട്ടു. അവന് ചിന്തിക്കാൻ പറ്റണില്ല. അപ്പോൾ ഒരു തിന്മ പ്രവർത്തിക്കുമ്പോൾ പ്രശ്നം, സുബോധം പോവും, ബോധം പോവും, റൈറ്റ് സെൻസ് നഷ്ടപ്പെടും ഒരു തിന്മ പ്രവർത്തി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതൊന്നും പിടുത്തുന്നില്ല. അത് കഴിഞ്ഞ് അവനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പിശാചിനെ ഈശോ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അടുത്ത വചനം എഴുതി വെച്ച് അവൻ സുബോധം വീണ്ടെടുത്ത് വസ്ത്രം ധരിച്ച് കൂളായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ബാക്കിയുള്ളവർ പേടിച്ചു പോയി. അവൻ അന്നോളം സുബോധം ഇല്ലാതെയാണ് കണ്ടിട്ടുള്ളത്. ഇവൻ ഡീസൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, സുബോധത്തോടെ ഇരിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ പേടിച്ചു. ഇവനെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്?
ഇതൊരു ഒരു 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 തിന്മയാണ്, സ്വാർത്ഥതയുടെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ, നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ ഈ തിന്മ ശക്തമായിട്ട് പ്രവർത്തിക്കും. ഈ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തിന്മയാണ്. അതുകൊണ്ടാണ് ഒത്തിരി ദാമ്പത്യങ്ങൾ തകർന്നു പോകുന്നത്. കണ്ട സ്വാർത്ഥതയാണ്. എൻ്റെ ഭാര്യയ്ക്കൊരു വിഷമം, എൻ്റെ ഭർത്താവിനൊരു, അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ, ഞാൻ ചില വാക്കുകൾ ഉപയോഗിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് വിഷമാവോ, എൻ്റെ ഭർത്താവിന് വിഷമാവോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. അവൾ വിഷമിക്കോ, അവൾ കരയോ, അവൾ ചാകോ, അവൾ ഇറങ്ങോ, അവന് എന്നാ വേണമെങ്കിലും കാണിക്കോ, എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ പുറത്ത് ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞ, ഒരു ചേട്ടൻ പറഞ്ഞ, എൻ്റെ അച്ഛാ, പലവട്ടം ഞാൻ ആലോചിച്ച നാട്ടിലേക്ക് തിരിച്ചു പോന്നാലോ എന്ന്. നാട്ടിലേക്ക്, കാരണം പുള്ളിക്കാരത്തേക്കാണ് അവിടെ ജോലി ഉള്ളത്. ഡിപ്പെൻഡൻ്റ് വിസയിൽ പോയതാണ്. പുള്ളിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, കാരണം പിള്ളേരുണ്ട്. പിള്ളേർ, 2 കുഞ്ഞു പിള്ളേരുള്ളപ്പോൾ പിള്ളേരെ നോക്കണം. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല, പിള്ളേരിട്ടിട്ട് പോകാൻ പറ്റില്ല. പിന്നെ പിള്ളേരിട്ടിട്ട് പോകാൻ പറ്റുന്നത് പുള്ളിക്കാരത്തേക്ക് ജോലി ഇല്ലാതെ വീട്ടിലുള്ളപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ 1-2 ദിവസം 3-4 മണിക്കൂറൊക്കെ വെച്ച് വല്ല ജോലി കിട്ടുവാണെങ്കിൽ പോകാം, അതേ ഉള്ളൂ. പുള്ളിക്കാരത്തെയാണ് വീട്ടിലെ സാമ്പത്തിക സ്രോതസ്, കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തെയാണ് നോക്കുന്നത്. എല്ലാം പുള്ളിക്കാരത്തിയുടെ കയ്യിലൂടെയാണ് പോകുന്നത്. ഒരു ദിവസം പുള്ളിക്കാരത്തി ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വന്ന സമയത്ത്, അപ്പോൾ പിള്ളേർ 2 പേരെ നോക്കാന്ന് പറഞ്ഞാൽ നിസ്സാര പണിയൊന്നുമല്ല അല്ലേ. പിള്ളേരെ നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പട്ടിയെ നോക്കാൻ എന്നെക്കാൾ എളുപ്പം അല്ലേ. പിള്ളേരെ നോക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിയാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പട്ടിയുള്ളവർ, കുട്ടിയുള്ളവരൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ എളുപ്പമാണ്, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനോ. അപ്പോൾ പട്ടിയെ നോക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കുട്ടിയെ നോക്കാൻ. അപ്പോൾ 2 കുട്ടിയെ നോക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്, അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ പുള്ളിക്കാരത്തി ജോലിക്ക് പോകും. ഈ പുള്ളി രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യണം, തുണി അലക്കണം, വീട് ക്ലീൻ ചെയ്യണം, പിള്ളേരെ കുളിപ്പിക്കണം, അവരുടെ നാപ്പി മാറ്റണം, പിന്നെ അങ്ങനെയുള്ള സകല പരിപാടികൾ പുള്ളി ചെയ്യണം. പുള്ളിക്കാരത്തി വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് അന്നെന്തോ പ്രത്യേക കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഏതോ ഒരു തുണി എടുത്തിടാനോ, ഏതോ കട്ടൺ വലിച്ചിടാനോ, എന്നിട്ട് കലക്കി വെച്ച് ഇടാനോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് സമയം കിട്ടില്ല, ചെയ്യാൻ പറഞ്ഞു. തിരിച്ചു വന്ന് വീട്ടിൽ വന്നിങ്ങനെ അതൊക്കെ നോക്കി കറങ്ങി തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി വന്നിട്ട് ഈ പുള്ളിയുടെ ചോദിച്ചത്, നിങ്ങൾക്ക് ഇവിടെ എന്തു പണിയുണ്ട് മനുഷ്യ? ചുമ്മാ വീട്ടിലിരിക്കുമല്ലോ നിങ്ങൾ? ചുമ്മാ ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുത്തിട്ട് നിങ്ങളിവിടെ ചുമ്മാ ഇരിക്കുമല്ലോ, പിള്ളേരെ നോക്കി ചുമ്മാ ഇരിക്കും. പിള്ളേരെ നോക്കിയിരിക്കും ചുമ്മാ ഇരിക്കുവാന്നോ പുള്ളിക്കാരത്തി വിചാരിച്ചത്? പിള്ളേരെ നോക്കി ചുമ്മാ ഇരിക്കുമല്ലേ? എന്നിട്ട് പിന്നെ പറഞ്ഞ വാക്കുകൾ ഇച്ചിരി അതിനേക്കാളും കഠിനമേറിയ വാക്കുകളാണ്. ഒരു നയാ പൈസയുടെ ഗുണവും ഇല്ല, ഉപകാരവും ഇല്ലാത്തൊരു സാധനം. കൊള്ളാലേ, നല്ല വാക്കാ. നിങ്ങളാണെങ്കിൽ പിന്നെ അവിടെ നിൽക്കോ? പയ്യ പറഞ്ഞാൽ മതി. നിങ്ങളാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ നിൽക്കോ, ആ സ്ഥലത്ത് നിൽക്കോ? ഇയാൾ എന്തിനു കൊള്ളാം, ഇയാൾ ഇങ്ങനെ പറയാ. അപ്പൊ കാശിന് ഇച്ചിരി ധാഷ്ട്യമുണ്ട് പുള്ളിക്കാരത്തിയാണല്ലോ, ഇച്ചിരി അപ്പൊ അഹങ്കാരമുണ്ട്. ഇയാൾ എന്തിനു കൊള്ളാം, എന്തിനെങ്കിലും കൊള്ളാവോ? ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യോ ഇല്ല. ചുമ്മാ വീട്ടിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കുത്തിപ്പിടിച്ചിരിക്കാന്നല്ലാതെ ഒരു ഉപകാരമില്ല. ഒരു ഭർത്താവിനെ നോക്കി ഭാര്യ പറഞ്ഞ വാക്കുകളാണ്. ഈ പാവപ്പെട്ടൻ ഇവിടെ നല്ലൊന്നാന്നേരം ജോലി ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ടാണ് ഇവള് പറഞ്ഞിട്ട് ഇവളുടെ അടിവസ്ത്രം അലക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. ഇവിടെ നല്ലൊന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു, എൻ്റെ അച്ഛൻ നാട്ടിലെനിക്ക് നല്ലൊന്നാന്തരം ജോലി ഉണ്ടായിരുന്നത്, അതും കളഞ്ഞിട്ടാണ് കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നല്ലേ അച്ഛാ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഭാര്യയുടെ അടിവസ്ത്രം അലക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അത് കലക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കലക്കണം, അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. ഒക്കെ വേണ്ട കാര്യങ്ങളാണ്. 2 പേരും പരസ്പരം അധ്വാനിക്കണം, 2 പേരും അടുക്കളയിൽ കയറണം, 2 പേരും അലക്കണം, 2 പേരും ഒരാൾക്ക് വേണ്ടി മാത്രം റിസർവ് ആയിട്ടുള്ള ജോലിയൊന്നും അറിയുന്നത് എല്ലാവരും ചെയ്യണം. വിദേശത്തൊക്കെ അങ്ങനെയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് അവളുടെ വായെന്ന് വരുന്ന വാക്കുകൾ എനിക്ക് ഒരു വിധത്തിൽ പറ്റണില്ല അച്ഛാ. അങ്ങനെ അവൾ സംസാരിക്കുന്നത്. ഒരു ഭർത്താവാണെന്നുള്ള മിനിമം കൺസിഡറേഷൻ എനിക്ക് തരാലോ? ഒരു ഭർത്താവാണെന്നുള്ള ഒരു മിനിമം കൺസിഡറേഷൻ അവൾക്ക് തരാലോ? ഒരുപാട് ചോദിക്കും, ഇയാളെ കൊണ്ട് എന്നാ ഗുണമുണ്ട്? വെറുതെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തിന്നിരിക്കുന്നല്ലാതെ ഇയാൾ ഇവിടെ എന്നാ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവളൊരു കാര്യം പറഞ്ഞു, അത് ചെയ്തില്ലെങ്കിൽ അന്ന് ഭയങ്കര അലമ്പ. എന്നാ ഈ പുള്ളിക്കാരൻ ഈ 2 പിള്ളേരെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയതായിരിക്കും. ഞാൻ ഈ ഇടയ്ക്ക് കാനഡയിൽ പോയപ്പോൾ ഒരു സഹോദരി ഒരു വീട്ടിൽ കൗൺസിലിംഗ് വന്നൊരു കുടുംബം. അപ്പോൾ നിസ്സാര കാര്യങ്ങളാണ് നമ്മൾ ആയിരിക്കും, പക്ഷെ ഒരു സ്വാർത്ഥതയുടെ കെട്ട് പൊട്ടിയില്ല എങ്കിൽ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പറ്റില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രം നമ്മൾ ചിന്തിക്കുള്ളൂ. അതാണ് പ്രശ്നം. ഒരു സഹോദരി 2 കുഞ്ഞുങ്ങളായിട്ട്, കൈക്കുഞ്ഞുങ്ങളാണ്.
ഒരു 8 മാസമോ 9 മാസമോ പിന്നെ ഒരു 1-1.5 വയസ്സ് പ്രായമൊക്കെ ഉള്ളൂ. ഒരെണ്ണം ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി, ഒരെണ്ണം ഒക്കത്തിരിക്കുന്ന പ്രായം. രണ്ടുപേരും വന്നു. വലിയ അസ്വസ്ഥ, ഫാമിലിയിൽ ചെറിയ ടെൻഷൻ അസ്വസ്ഥയൊക്കെ ഉണ്ട്. പല കാരണങ്ങളാണ്. അപ്പം അതിനകത്ത് ഒരു കാരണം പുള്ളിക്കാരത്തി പറഞ്ഞതാണ്, എൻ്റെ അച്ഛാ പുള്ളിക്കാരത്തി ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളിത് പുറത്ത് പോയി, വീട്ടിൽ പോയി, ഞങ്ങളുടെ തന്നെ ഒരു ഫാമിലിയിൽ പോയി. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം. 9 മണിക്ക് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ 1-2 മണിക്കൂറൊക്കെ യാത്രാദൂരമുണ്ട്. അപ്പോൾ നമുക്ക് 9 മണിയാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ. രാവിലെ 8:30 ആയി കഴിഞ്ഞപ്പോഴാണ് ഇവർ അവിടെ ഉള്ളവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചത്. വല്ല 8 മണിക്ക് വെച്ചുകൊണ്ടെങ്കിൽ 9 മണി 8:30 ആയപ്പോഴാണ് വെച്ചത്. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് ഇവർ ഭക്ഷണം കഴിക്കാനായിട്ട് അവരെല്ലാവരും ഇരുന്നു. ആ പുള്ളി ഇരുന്നു. പുള്ളിക്കാരത്തി ഇരുന്നപ്പോൾ പിള്ളേർ കിടന്ന് കരയാൻ തുടങ്ങി. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാതെ വണ്ടി കയറ്റാൻ പറ്റുമോ? മാക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേ പിന്നെ ആ ചേച്ചി അതിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കുറച്ച് നേരം കാട്ടി ഉറക്കി, പിന്നെ അതിൻ്റെ നാപ്കിനൊക്കെ മാറ്റി, അതിന് ഇച്ചിരി ഭക്ഷണം കൊടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് കൊടുത്തു, പാലൊക്കെ കൊടുത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും മറ്റേതിനും ഭക്ഷണം കൊടുക്കണം. ഏത് അപ്പുറത്ത് അത് കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇത് 2 ബഹളം കഴിഞ്ഞ് 2 ഭക്ഷണം കൊടുത്ത് പുള്ളി അതിനിടയ്ക്ക് ആ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചും കളിച്ചും ചിരിച്ചൊക്കെ കണ്ടിരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഈ ബാക്കി ബാഗും പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് താഴേക്ക് ഇറക്കി വെച്ച് ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അങ്ങോട്ട് വന്ന്, അപ്പോൾ തലേരാത്രി അവരവിടെ കിടന്നുകൊണ്ട് ഇച്ചിരി ബാഗും സാധനങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടൊക്കെ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പുള്ളിക്കാരത്തി തന്നെ പിറകെ കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴേ പുള്ളി വന്ന് നോക്കിയപ്പോൾ സമയം പോണി പാടി ഇറങ്ങാം. അപ്പോൾ പറഞ്ഞു ഞാൻ അപ്പേക്ക് നോക്കിയാൽ ഭക്ഷണം എടുത്തുള്ളൂ. ഭക്ഷണം കഴിച്ചില്ലേ? ഇതെന്താ നീ എന്നെ കാണിച്ചോണ്ടിരിക്കുവായിരുന്നു? ഞാനല്ല കേട്ടോ പറഞ്ഞേ, പുള്ളിയ നീ ഇത്ര ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു, പറഞ്ഞല്ലായിരുന്നു 9 മണിക്ക് ഇറങ്ങണമെന്ന്. ഇപ്പൊ സമയം എന്താന്ന് നോക്കിയേ, 9 മണി കഴിഞ്ഞില്ലേ? പറഞ്ഞ പുള്ളിക്കാരത്ത് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴായിരുന്നു പിള്ളേർ കരഞ്ഞ്. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ളതൊക്കെ നിനക്ക് നേരത്തെ അറിഞ്ഞുള്ള കാര്യമല്ലേ? 9 മണിക്ക് ഇറങ്ങുന്നുള്ളത് പറഞ്ഞല്ലേ? ഇതിപ്പോൾ സമയം താഴെ പുള്ളിക്കാരത്തി എടുത്ത ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ കഴിക്കണോ വേണ്ടോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുക. പുള്ളി പറഞ്ഞ് വാ മതി, നീ ഭക്ഷണം കഴിക്കേണ്ട, ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഭക്ഷണം കഴിക്കില്ല, ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോകില്ലെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചേക്ക, ആ പെങ്കൊച്ച് വണ്ടിയിലിരിക്കുന്ന 2 മണിക്കൂർ സമയം ആ പെണ്ണിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ പുള്ളി അവിടെ ചൊല്ലിക്കൊണ്ടുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പുള്ളിക്ക് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാലോ. കയ്യിൽ നെയിൽ പോളീസ് ഒന്നും പുള്ളി ഇട്ടിട്ടില്ലല്ലോ. ആ പെണ്ണുങ്ങളല്ലേ ഇടുന്നത്. ഇപ്പം ആണുങ്ങൾ നെയിൽ പോളീസ് വിടും, മറ്റേ ചെവിയും കുത്തും, മുഖവും കുത്തും, മൂക്കും കുത്തും, എല്ലാം കുത്തും. ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും ആവട്ടെ, ഈ പുള്ളിക്കാരത്തി വെറുതെ ഇരിക്കുമല്ലായിരുന്നല്ലോ, ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇന്നും മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് ഉണ്ടല്ലോ പുള്ളിക്ക്. ഇനി 9 മണിയിൽ നിന്നുള്ള 9:05, 9:10 ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. പുള്ളിക്ക് ഇപ്പം വീട്ടിൽ ചെന്നിട്ട് മലമറിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. പുള്ളിക്കാരത്തി പറഞ്ഞു എൻ്റെ അച്ഛാ വീട്ടിൽ വന്നിട്ട് ഇവിടെ മലമറിക്കുന്ന പരിപാടിയൊന്നുമില്ല. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് 2 പേർക്കും ലീവാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 9 മണിക്ക് ഇറങ്ങണമെന്ന് പുള്ളി പറഞ്ഞു. 9 മണിക്ക് ഇറങ്ങിയിരിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഇറങ്ങാൻ പറ്റുമോ? വെച്ചാ വഴിയിൽ എവിടെയെങ്കിലും നിർത്തി നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് ഇറങ്ങാം. ഈ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് വലിയ വണ്ടി കയറുമ്പോൾ ഇവർ കരയാൻ തുടങ്ങും. പുള്ളിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. 9 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു, 9 മണിക്ക് ഇറങ്ങണം. ഭാര്യ കഴിച്ചു. എന്നിട്ട് ഇപ്പൊ വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. അത് പുള്ളി അന്വേഷിച്ചില്ല. അന്വേഷിക്കണ്ട, പുള്ളി പറഞ്ഞു കഴിക്കണ്ട, നീ കഴിക്കണ്ടെന്നാ പറഞ്ഞേ. എനിക്കത് കുഴപ്പമില്ല, എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭക്ഷണം കിട്ടാത്തതല്ല അച്ഛാ, എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. അല്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഒരു തരം ഭക്ഷണം കഴിക്കാതിരുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പട്ടിണി കിടന്നാലും എനിക്കൊരു കുഴപ്പമൊന്നുള്ള കാര്യമല്ല. പക്ഷേ എൻ്റെ കൂടെ വസിക്കുന്ന ഒരാള്, ഈ കുഞ്ഞുങ്ങൾ എൻ്റെ മാത്രം കുഞ്ഞുങ്ങളല്ലല്ലോ, ഇയാളുടെ കൂടി പിള്ളേരല്ലേ. ഞാൻ മാത്രമല്ലല്ലോ, ഇയാൾക്കും എന്തെങ്കിലും കൊടുക്കാലോ. ഞാനിപ്പോൾ ഇളയ കുഞ്ഞിനെ കൊടുക്കുന്ന സമയത്ത് പുള്ളി കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൂടെ? അതൊന്നും പുള്ളി നോക്കാതെ പുള്ളിയുടെ കാര്യം പുള്ളി അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞും കളിച്ചും ചിരിച്ചൊക്കെ അവിടെയൊക്കെ നിന്ന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിമാറിയൊക്കെ നിന്ന് കൃത്യം 9 മണിയായപ്പോൾ വന്നിട്ട് ഇപ്പോഴാണോ ഭക്ഷണം എടുത്തത്, ഇറങ്ങ്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വാക്കിൽ മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ മാത്രം കരുണ കാണിച്ചാൽ പോരാ, സംസാരത്തിൽ മാത്രം കരുണ കാണിക്കുന്ന കരുണ, പക്ഷെ പ്രവൃത്തിയിലും നമ്മൾ കരുണ കാണിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ലേവായരും ഈ പുരോഹിതനും അവരൊക്കെ അവരുടെ കാര്യം കഴിഞ്ഞിട്ട്
ബാക്കിയുള്ളൂ. അതാണ് അവർ ചിന്തിച്ചത്. നാം മൂന്നാമതൊരുത്തം വന്നു. അവൻ്റെ പേരാണ് സമരിയാക്കാരൻ. അവനെ സംബന്ധിച്ചോളം യഹൂദരുടെ അടുത്ത് ഇവൻ പോകാൻ പാടില്ലാത്തവനാ. ഒരു സമരിയാക്കാരൻ യഹൂദനെ കാണുമ്പോൾ അയ്യോ ഞാൻ അശുദ്ധനാണെന്ന് പറഞ്ഞു മീറ്ററുകൾ മാറി നടക്കേണ്ടവനാണ് ഈ പറയുന്ന സമരിയാക്കാരൻ. അവൻ വരുമ്പോൾ ഈ പറയുന്നവൻ വഴിയിലും മുറിവേറ്റ് കിടക്കുന്നതാ കാണുന്നത്. ഒരു വിധത്തിൽ സഹായിക്കാൻ ആവശ്യമില്ലാത്ത സഹായിക്കേണ്ടത്, ഒരു സഹായവും കൊടുക്കണ്ടാത്തവരാണ്. പക്ഷേ ഈ സമരിയാക്കാരൻ, നിങ്ങൾ ആ ഒരു 33 വചനം മുതലൊന്ന് വായിച്ചു. 33, 10:33. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. പിന്നെയോ തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അത് മാത്രമല്ല, അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, ഇനി എന്തേലും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാന്ന്. സമരിയാക്കാരൻ്റെ മനോഭാവം ഇതാണ്, എൻ്റെയും കൂടി അവൻ്റേതാണ്, എൻ്റെ കൂടി അവൻ്റേതാണ്. എന്നിട്ട് ഈ സമരിയാക്കാരൻ അവനെ വെച്ച് കെട്ടി, മരുന്ന് വെച്ച് കെട്ടി, എണ്ണ വെച്ച് കെട്ടി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സത്രത്തിൽ കൊണ്ടുപോയി, എല്ലാം. അതായത് നമ്മൾ പറയില്ലേ, കർത്താവ് പറഞ്ഞു ഒരു എക്സ്ട്രാ മൈൽ, 1 മൈൽ ദൂരം പോകാനോ 2 മൈൽ ദൂരം പോവുക, എക്സ്ട്രാ മൈലാണ്. കാരണം അവൻ ഒരിക്കലും സഞ്ചരിക്കേണ്ടാത്ത വഴിയാണ് ഈ പറഞ്ഞ ഈ യഹൂദനോട് കരുണ കാണിക്കുക എന്നുള്ളത്. വേണ്ട, ചെയ്യേണ്ടാത്ത കാര്യമാണ്. മറ്റു ബാക്കി പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ അതിന് ഉപരിയായിട്ട് അവൻ ചെയ്തു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഈശോ ഈ നിയമജ്ഞനോട് ചോദിക്കും, കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അപ്പൊ ഇത്രയും ഈ ഉപമ പറഞ്ഞിട്ട് കർത്താവ് ചോദിച്ചു, ഈ 3 പേരിൽ ആരാണ് അയൽക്കാരനായിട്ട് വർത്തിച്ചത്? അപ്പോ നിയമജ്ഞൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ. ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് കർത്താവ് കൊടുത്ത മറുപടി സമരിയാക്കാരൻ്റെ ഉപമ, കരുണ കാണിക്കാൻ. എന്നിട്ട് ഇവൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ. ഈശോ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ അവകാശമാക്കാൻ നമ്മൾ കരുണ കാണിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. കരുണ കാണിക്കാതെ നിത്യജീവൻ അവകാശമാക്കാൻ പറ്റില്ല. ക്ഷമിക്കുക. അതുകൊണ്ടാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ കരുണ കാണിക്കുക എന്നുള്ളതാണ്. എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്, സ്നേഹിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്, പക്ഷെ എന്നിട്ട് ഞാൻ ക്ഷമിക്കുക, കരുണ കാണിക്കുന്നതാണ്. ഉണ്ടോ? അപ്പൊ കരുണ കാണിക്കാതെ നമുക്കൊരിക്കലും നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടം നടക്കുമ്പോൾ കരുണയുടെ മിഷണറിയായി, അല്ലെങ്കിൽ ഒരു ആഗോള കത്തോലിക്ക സഭയ്ക്ക് കരുണയുടെ ഒരു മുഖം ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ നിത്യ രഹസ്യം എന്താണെന്നറിയാവോ? കരുണ കാണിക്ക്, നീ നിത്യജീവന് അവകാശിയാകും. ഹല്ലേലൂയ. കരുണ കാണിക്കാതെ നിത്യജീവനിലേക്ക് പ്രവേശിക്കില്ല. ക്ഷമിക്കാതെ ഒന്നും ഒരിക്കലും ഒരാൾ, അതുകൊണ്ടാണല്ലോ ക്ഷമിക്കാത്തൊരു വ്യക്തി ഒരിക്കലും സ്വർഗത്തിൽ പോകുകയില്ല. കാരണം യേശുവിൻ്റെ വഴി ക്ഷമയുടെ വഴിയാണ്. അപ്പൊ യേശുവിൻ്റെ വഴിയിലൂടെ അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ക്ഷമിക്കാത്ത ഒരാൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കാരണം അവൻ കരുണ കാണിക്കുന്നില്ല. നമ്മൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും ഇപ്പൊ ഈ സമരിയാക്കാരൻ്റെ ന്യായീകരണം പറയത്തില്ല, അവൻ ഞങ്ങളുടെ ശത്രുവാ, അവൻ ഞങ്ങൾ എന്തോരം പീഡിപ്പിച്ചിട്ടുള്ളതെന്നറിയോ, അവൻ എന്തോരം വേദനിപ്പിച്ചിട്ടുള്ള, പിന്നെ അവനല്ലേ ഇനി വഴി കിടക്കടവൻ, അവൻ അവിടെ കിടന്ന് ചാകട്ടെ അല്ലേ, അവൻ അവിടെ കിടന്ന് ചാകട്ടെ, അവൻ അങ്ങനെ തന്നെ അവന് അങ്ങനെ തന്നെ വേണം. അവന് നേരത്തെ സംഭവിക്കേണ്ടായിരുന്നു. അവന് നേരത്തെ സംഭവിക്കേണ്ടായിരുന്നു. ഇപ്പോഴല്ല ഇങ്ങനെ സംഭവിച്ചത്, നേരത്തെ സംഭവിക്കേണ്ടായിരുന്നു. ചിലർ
ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ക്ഷമിക്കാനൊക്കെ പറയുമ്പോൾ അച്ഛൻ ഞാൻ ക്ഷമിച്ചു അച്ഛൻ, ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു. എനിക്കങ്ങനെ ആരോടും വെറുപ്പ് വിദ്വേഷമൊന്നുമില്ല. അച്ഛൻ അറിയാവോ, എനിക്കങ്ങനെ ആരോടും ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാവരോടും ക്ഷമിച്ചൊക്കെ പോകുന്നത്. ഞാൻ കുമ്പസാരത്തിൽ എല്ലാവരോടും ക്ഷമിച്ചും കരുണ കാണിച്ചൊക്കെ പോകുന്നത് എല്ലാം പറഞ്ഞിട്ട് പറയും ഞാൻ ചോദിക്കാൻ പോകുന്നില്ല അച്ഛാ, കർത്താവ് അവനോട് ചോദിച്ചോളും. എന്താന്ന് എന്താ ഞാൻ ഒന്നിനും പോകുന്നില്ല, ഞാൻ ക്ഷമിച്ചാ, പക്ഷെ ദൈവം ചോദിച്ചോളും അവനോട്. ശരിക്കും ക്ഷമിച്ചാ നിങ്ങൾ പറ? ഈ സാധനം ക്ഷമിച്ചെന്നാണോ പറയുന്നത്? ഒട്ടും ക്ഷമിച്ചിട്ടില്ല, ഒരു തരി പോലും ക്ഷമിച്ചിട്ടില്ല ഇപ്പോഴും. ദൈവം ചോദിച്ചോളും, ഞാനൊന്നും ചെയ്യുന്നില്ല, കർത്താവ് അവന് കൊടുത്തോളും, കർത്താവ് കൊടുത്തോളും. എന്താ പറയുക, ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു. എന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ്, കർത്താവേ ഈശോയെ അവിടുത്തെ അതിദാരുണമായ പീഡകളെ പ്രതി എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണേ. കരുണക്കൊന്ത എത്ര എണ്ണം വേണേലും ചെല്ലും, ക്ഷമിക്കലെന്നേ ഉള്ളൂ. ഒരു കാര്യമില്ല, സത്യമായിട്ടും പറയുന്ന ഒരു കാര്യമില്ല. ക്ഷമിക്കാത്ത ഒരാൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കില്ല. കാരണം ക്ഷമിക്കുക എന്ന് മറ്റൊരു വാക്യം പറഞ്ഞാൽ കരുണ കാണിക്കുക എന്നർത്ഥം. കർത്താവ് പറഞ്ഞല്ലോ, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചോണ്ട് കർത്താവ് പറഞ്ഞ, നീ പോയി ഇതുപോലെ ചെയ്യുന്ന പറഞ്ഞു. വെറുതെ പറഞ്ഞു, യു ഗോ ആൻഡ് ഡു ലൈക്ക് വൈസ്, ഇതുപോലെ ചെയ്യേ. അതാണ് കരുണ കാണിക്കാൻ. വേറൊന്നും കർത്താവ് പറഞ്ഞില്ല. ഇനി അവന്റെ അന്ത്യവിധിയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിക്കുമ്പോൾ അന്ത്യവിധിയുടെ സമയത്ത് ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന സമയത്ത്, നന്മതിന്മകളെ വേർതിരിക്കുന്ന സമയത്ത്, ഇടത്തും വലത്തും ഒക്കെ വേർതിരിക്കുന്ന സമയത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ നിസ്സാരമായ ചോദ്യങ്ങളാണ്. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? കാരാഗ്രഹത്തിലായിരുന്നു, കാണാൻ വന്നോ? രോഗിയായിരുന്നു, സന്ദർശിച്ചോ? ഞാൻ ദാഹിക്കുന്നവനായി വിശക്കുന്നവനായിട്ട് വന്നു, എനിക്ക് ഭക്ഷിക്കാനും പാനം ചെയ്യാനും നീ തന്നോ? ഇതെല്ലാം കാരുണ്യത്തിന്റെ പ്രവർത്തികളാ. ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വലതുവശത്തേക്ക് പോകൂ. കേട്ടോ, നിങ്ങൾക്കായി അനാദിയിൽ ഒരുക്കിയിരിക്കുന്ന നിത്യജീവനിലേക്ക് പ്രവേശിക്കൂ. കരുണ കാണിച്ചവരോട് കർത്താവ് പറഞ്ഞതാ. അതുകൊണ്ട് കരുണ കാണിക്കാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, എത്ര ദൈവത്തെ വിളിച്ചെന്ന് പറഞ്ഞാലും, കരുണയാണ് നമ്മളെ നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. ആ കാരുണ്യമാണ് നമ്മൾ വീണ്ടും. അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെ കരുണയായ പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്, നിത്യജീവനിലേക്ക് വീണ്ടെടുക്കപ്പെട്ടത്. നാം സ്വർഗത്തിനായി നിത്യജീവനായി വീണ്ടെടുക്കപ്പെട്ടത് പുത്രനായ യേശുക്രിസ്തുവിലൂടെ. കരുണ തന്നെയായ പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ്. അർഹിക്കാത്ത സ്നേഹം നൽകി പുത്രനിലൂടെ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. നാം പാപികളായിരിക്കെ, റോമ 5:8, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ നല്ലവരായിട്ടല്ല, യോഗ്യരായിട്ടല്ല, വിശുദ്ധരായിട്ടല്ല, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ പിതാവിന്റെ വലിയ സ്നേഹം, കരുണ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തി നമ്മെ നിത്യജീവന് അവകാശിയാക്കി മാറ്റി. അതുകൊണ്ട് നിത്യജീവനിലേക്ക് നമ്മൾ അവകാശികളാകുന്നത് ഈ കാരുണ്യത്തിൽ നമ്മൾ പങ്കുചേരുമ്പോഴാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ നമുക്ക് നിത്യജീവൻ നേടിത്തന്നു. ഹല്ലേലൂയ.